വിജയകുമാറിന്റെയും ഭാര്യയുടെയും തലയുള്ളവൻ പ്ലാൻ ചെയ്ത കൊലപാതകം തെളിവിത. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്തത് ജുഡീഷ്യൽ മൈൻഡുള്ള ക്രിമിനലുകൾ ആണെന്നതിനുള്ള കൃത്യമായ തെളിവുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൊലയാളി അമിത് ഒറാങ് ആണെന്ന് എല്ലാ ഘട്ടങ്ങളിലും തെളിയണം, ഉറപ്പാക്കണം, ഒരു നേരിയ സംശയത്തിന് പോലും ഇടം നൽകരുത് എന്ന വാശിയിലാണ് വളരെയേറെ കൃത്യതയോടും പെർഫെക്ഷനോടും കൂടി കൊലയാളികൾ ആ കൃത്യം ആസൂത്രണം ചെയ്തത്, നിർവഹിച്ചെടുത്തത്. സ്റ്റോറി ബോർഡിൽ പറഞ്ഞിരിക്കുന്ന പെർഫെക്ഷനോടും ടൈമിങ്ങിലുമാണ് അമിത് ആ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അതിനർത്ഥം അമിത് ഒറാങ് ഒരു പ്രൊഫഷണൽ കില്ലറാണ്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്, ഇയാൾക്ക് എവിടെയാണ് ട്രെയിനിങ് കിട്ടിയതെന്ന് അന്വേഷിക്കണം. കൊലയാളി പ്രൊഫഷണൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ കൃത്യം നിർവഹിക്കുവാൻ പോകുമ്പോഴും കൃത്യം നിർവഹിച്ച് തിരികെ വരുമ്പോഴും വളരെയേറെ നെർവസ് ആകും, പാനിക്കാകും. പിടിക്കപ്പെടുമെന്ന പേടി കൊണ്ടും രക്ഷപ്പെടാനുള്ള ആ ത്വര കൊണ്ടും കൃത്യനിർവഹണത്തിന് ശേഷം വെപ്രാളപ്പെട്ട് പ്രതി ഓടും. എന്നാൽ പോകുമ്പോഴും വരുമ്പോഴും അമിത് എത്ര കൂളാണെന്ന് നിങ്ങൾ കാണുക. മതിൽ ചാടിക്കടന്ന് കതക് പൊളിച്ച് 2 കൊലപാതകങ്ങൾ നടത്തി തിരികെ വരുമ്പോൾ ഡ്രസ്സിങ്ങിന് ഒരു ഉടവ് പോലുമില്ല എന്ന് ശ്രദ്ധിക്കണം. വളരെയേറെ പ്രസൻസ് ഓഫ് മൈൻഡുമുണ്ട്. ദാറ്റ് മീൻസ് ഇവനൊരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ കില്ലറാണ്. സ്പെസിഫിക് ടൈമിങ്ങിൽ കൃത്യം നിർവഹിക്കുവാൻ എക്സ്പേർട്ടാണ്. തുടക്കം മുതൽ അന്വേഷണം മറ്റാരിലേക്കും സ്കിപ്പാകാതിരിക്കുവാൻ കൊലപാതകത്തിന്റെ സ്ട്രാറ്റജി ഡ്രാഫ്റ്റ് ചെയ്തവർ തുടക്കം മുതൽ ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബസ്സിനല്ല, ട്രെയിനിൽ, റെയിൽവേ സ്റ്റേഷനിൽ പ്രതി വന്നിറങ്ങി. CCTV ക്യാമറകളിൽ സമയമടക്കം കിട്ടും എന്നതുകൊണ്ട്, ആരെങ്കിലും ദൃക്സാക്ഷികൾ തിരിച്ചറിയും എന്നതുകൊണ്ട്. ബസ് സ്റ്റാൻഡായാൽ CCTVകളുടെ എണ്ണം കുറവാണ്, ക്ലാരിറ്റിയും പോരായിരിക്കും. അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ഓട്ടോ പിടിച്ചാൽ അതിനും വിഷ്വൽ എവിഡൻസ് പിന്നീട് ഉണ്ടാകും. കൊലപാതകം വാർത്തയാകുമ്പോൾ സ്റ്റാൻഡിൽ ഇത് ചർച്ചയാകും. ഡ്രൈവർമാർ പ്രതിയെ തിരിച്ചറിയും. രേഖാചിത്രമോ ഫോട്ടോയോ പോലീസ് പുറത്തുവിടുമ്പോൾ ഡ്രൈവർമാർ പ്രതിയെ തിരിച്ചറിയും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി ദീർഘദൂര ഓട്ടോയിൽ കയറിയാൽ വാർത്തയാകുമ്പോൾ ഡ്രൈവർ പേടിച്ച് പണിയാകുമെന്ന് കരുതി മിണ്ടാതിരിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സാക്ഷി ഇല്ലാതെ പോകും. ആ സാധ്യത ഇല്ലാതാക്കുവാനാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ പ്രതി ഓട്ടോ പിടിച്ചത്. കാരണം പിടിക്കപ്പെടണം. ആസാമിൽ പോകുമ്പോൾ പോലും കള്ളവണ്ടി കയറി പോകുന്നവനാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറിയത് എന്ന് മനസ്സിലാക്കണം. അത് കൃത്യം നടത്തിയ വീട്ടിൽ പോലീസിന് കിട്ടത്തക്ക വിധത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അടുത്ത തെളിവ്, കൃത്യം നിർവഹിക്കുന്നതിന് മുമ്പ് പല ദിവസങ്ങളിൽ പല പ്രാവശ്യം സമീപ പ്രദേശങ്ങളിലെ CCTVയിൽ പതിയത്തക്ക വിധത്തിൽ അമിത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആസൂത്രണം നടത്തി. പ്രീ മെഡിറ്റേറ്റഡ്, പ്രീ പ്ലാൻഡ് മർഡർ ആണ് പ്രതി നിർവഹിച്ചത് എന്ന് സ്വാഭാവികത വരുത്തുവാൻ വേണ്ടി. കൊലപാതകം നടത്താൻ പോയപ്പോൾ ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കുവാൻ പ്രതി ഗ്ലൗസ് ധരിച്ചില്ല. പോലീസ് നായയെ വഴിതെറ്റിക്കുവാൻ മുളക് പൊടിയോ പൗഡറോ വിതറിയില്ല. കൊലപാതകം നടത്തുവാൻ ഉപയോഗിച്ച കോടാലി അവിടെ തന്നെ ഉപേക്ഷിച്ചു. കാരണം പ്രതി പിടിക്കപ്പെടണം, തെളിവും വേണം. ഇനി കൊല നടത്തുവാൻ പോകുന്നത് കാണുക. കൃത്യം സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഓട്ടോ വിളിക്കുന്നു. CCTV ഉള്ള കടയുടെ മുന്നിൽ തന്നെ വന്നിറങ്ങുന്നു. റെക്കി സർവേ നടത്തുന്നതിൻ്റെ ഉദ്ദേശം CCTV എവിടൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്, ആ ഭാഗം ഒഴിവാക്കി പോകുവാൻ വേണ്ടിയാണ്. എന്നാൽ കൃത്യമായി 22-ാം തീയതി രാത്രി 12 മണിക്ക് അമിത് CCTV ഉള്ള കടയുടെ മുന്നിൽ തന്നെ വന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നു. 12:35 കൃത്യം നടത്തുവാൻ വിജയകുമാറിൻ്റെ വീട്ടിലേക്ക് ഇതാ നടന്നു പോകുന്നു. പുലർച്ചെ 3:42 കൊലപാതകം കഴിഞ്ഞ് തെളിവായ DVRും നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളരെ കൂളായി ഇതാ നടന്നു പോകുന്നു. ഇതെല്ലാം കൃത്യമായ വിഷ്വൽ എവിഡൻസ് കിട്ടുവാൻ മനഃപൂർവ്വമാണ് ഈ റൂട്ടിൽ പോയത്. CCTV ഇല്ലാത്ത മറ്റ് റൂട്ടുകൾ തിരഞ്ഞെടുക്കാത്തതും ഈ തെളിവിന് വേണ്ടിയാണ്. ഇത് കാണുന്ന എല്ലാവരും
പോലീസും കോടതിയും നാട്ടുകാരുമെല്ലാം പ്രതിയുടെ പുറകെ പോകും. ഇതാണ് ആസൂത്രകന്റെ ബ്രില്യൻസ്. ഈ വീഡിയോകൾ ഇതുപോലെ കിടന്ന് കറങ്ങുമെന്ന് ഇത് ആസൂത്രണം ചെയ്തവർ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാകും. ഇതില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ ഊഹാപോഹം പറയുമായിരുന്നു, ആർക്കൊക്കെ നേരെ അന്വേഷണം തിരിയുമായിരുന്നു. ഇപ്പോൾ പക്കാ സേഫ്. ഈ വിഷ്വൽ എവിഡൻസ് വെച്ച് പോലീസ് ഓട്ടോ ഡ്രൈവറെ പൊക്കും. അയാൾ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയുന്ന പോലെ പോലീസിനോട് പറയും, ദാ ഇതുപോലെ എന്നിട്ട് മാധ്യമങ്ങളിൽ വരികയും ചെയ്യും, ദൃക്സാക്ഷി തെളിവ് സ്ഥിരീകരിച്ചു എന്ന്. രാത്രിയിലൊരു 12:10-12 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതിക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവൻ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതിക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങ് പോയത്. തിരുവാതിക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടെ ഒരു ATM-ൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അതായിരുന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ നേരെ പൈസ തന്നിട്ട് ആ കുമരകം റോട്ടിലോട്ട് നടന്നു പോകാനുണ്ട്. പൈസയൊക്കെ ചോദിച്ച് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് കയറിപ്പോരുന്നത്. സംശയം തോന്നാൻ ഒന്നുമില്ലായിരുന്നു. കാരണം മലയാളം സംസാരിച്ചത്. പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളുടെ വേഷം കണ്ട അന്നേരം ഒരു കുഴപ്പം തോന്നുന്നില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ അതൊക്കെ ഇട്ടേ. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിച്ചു. അതിന് ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ് റെയിൽവേയുടെ അകത്തുനിന്നാണ് ഇറങ്ങി വന്നത്. ആള് ഇറങ്ങിപ്പോയി. പുറകെ 2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് ഒരു 2 സെക്കൻഡ് അവിടെ ചവിട്ടി നിർത്തി ആ വണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആള് ഇവനങ്ങോട്ട് നേരെ ആ കുമരകം റോട്ടിലോട്ട് അങ്ങ് നടന്നു പോകുന്നത് കണ്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തത്. പിറ്റേ ദിവസം ഓടാൻ ചെന്നപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് ഇവൻ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ട അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് ഇവൻ്റെ ഫോട്ടോ വന്നപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് ഞെട്ടലാണ് ഉണ്ടായത്. കാര്യം ഒരു കൊച്ചു പയ്യനാണ്. ഇങ്ങനെ ചെയ്യുമോയെന്ന് നമുക്കൊരു അതിശയം തന്നെയായിരുന്നു. ഇവിടെ ഓടിയ വെളുപ്പിനെയാണ് പോരുന്നത്. വന്നു കഴിഞ്ഞ് കിടന്ന് ഉറക്കമാണ്. ഉറങ്ങി എഴുന്നേറ്റൊരു 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിന് ഇങ്ങനെ തിരുവാതിക്കൽ ഇങ്ങനെ ഇരട്ടക്കൊലപാതകം നടന്നേക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഓടാൻ പോകും. വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ആ സമയത്തുള്ള ന്യൂസ് കാണലേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഇവനാണെന്നുള്ളൊരു ധാരണയൊന്നും അന്നേരം ഇല്ല. ഈ വൈകുന്നേരം സ്റ്റാൻഡിൽ ചെന്ന് ഇങ്ങനെ ഗ്രൂപ്പിനകത്ത് ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിയത്. അതിശയമായിരുന്നു. ഇത്രയും ചെറിയൊരു പയ്യൻ. TV-യിലൊക്കെ കാണുമ്പോഴേ ഉള്ളൂ ശകലം വലിപ്പമുള്ളൂ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. 2 പേരെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ ഇവനെ കൊണ്ട് സാധിക്കുമെന്നൊരു നമുക്കൊരു തോന്നലുണ്ടാവും. പോലീസുകാർ സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ നമ്പർ കൊടുത്തതിൻ്റെ പേരിൽ അവരെ വിളിച്ചു. CS സാറിനോട് സംസാരിച്ചു. നമ്മുടെ കൂട്ടുകാരെ വിളിപ്പിച്ചു. ഞാനാണ്ട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കും സുരക്ഷ ഇവരാണ്, നൈറ്റ് കിടക്കുന്ന പോലീസുകാരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം സ്വാഭാവികമായിട്ട്. ഒരുപാട് വർഷമായി നൈറ്റ് ഓടാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കോച്ചിങ്ങിന് പോയി കാണാതെ പഠിച്ച് PSC പരീക്ഷ എഴുതി മോഡറേഷനും മോണ്ടറേഷനും റിസർവേഷനും എല്ലാം ഒപ്പിച്ച് പോലീസ് ആകുന്നവരെക്കാളും ബ്രില്യൻസ് ഇപ്പോൾ കൊട്ടേഷൻ സ്കെച്ച് സ്ട്രാറ്റജിസ്റ്റുകൾക്കാണ്. അതുകൊണ്ടാണ് അവർ ആസൂത്രണം ചെയ്യുന്ന കൊലപാതകങ്ങൾക്കെതിരെ ഒരു ലൂപ്പ് ഹോൾ പോലും പോലീസിന് കിട്ടാത്തത്. 8 വർഷങ്ങൾക്ക് മുമ്പ് വിജയകുമാറിന്റെ മകനായ ഗൗതം കൃഷ്ണകുമാറിനെ തീർത്തു. ആത്മഹത്യ എന്ന് പറഞ്ഞ് പോലീസ് ആ കേസ് റഫർ ചെയ്തു. അന്ന് ആ കേസ് വേണ്ട പോലെ അന്വേഷിച്ച് കൊലയാളികളെ പോലീസ് പിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇവർ നാളെ ആരെ തീർക്കും? ആലോചിക്കുക. നല്ലൊരു കൊട്ടേഷൻ സ്ട്രാറ്റജിസ്റ്റും നല്ലൊരു എക്സിക്യൂട്ടറും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും തീർക്കാം. ഭയം തോന്നുന്നുണ്ടോ? തോന്നിയിട്ടെന്താ കാര്യം? നമുക്കൊരു ഉടമ്പടി എടുക്കുകയോ അരയിൽ 1/2 കിലോ തകിട് പൂജിച്ച് കെട്ടുകയോ ശത്രുസംഹാര പൂജ നടത്തുകയോ ചെയ്താൽ ചിലപ്പോൾ ആയുസിന് ബലമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.